ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददान्ति स्वपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगुणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सगणललिता श्रीविशाखान्वितंश्च। हे कृष्णा करुणा सिंधु दीनबंधो जगत्पते गोपेश गोपिका कांद राधा कांद नमोस्तुते तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि प्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो ओं विष्णुपादाय कृष्णपृष्ठाय बुधरे श्रीमते भक्तिवेदांत स्वामिने नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशकारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्तवृंद। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। हरि ओम तत्सत। हरे कृष्ण। നമ്മുടെ ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് അധ്യായം 12 ശ്ലോക 17. അപ്പോ ഇവിടെ ഡിവോഷണൽ സർവീസ് അതാണ് അധ്യായം 12. ഇതില് ഭക്തന്മാരുടെ ക്വാളിറ്റിയെ പറ്റിയിട്ടാണ്. ഏതാണ് ഏറ്റവും പ്രിയപ്പെട്ടവൻ എന്നുള്ള, പ്രിയപ്പെട്ട ഭക്തൻ എന്നുള്ള ആ ക്വാളിറ്റി ഏകദേശം ഒരു 36 ക്വാളിറ്റീസ് ഇതിൽ ഭഗവാൻ അർജുനോട് പറയുന്നുണ്ട്. ഓക്കെ, അതാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് 20ാമത്തെ ശ്ലോകം വരെ ഈ ക്വാളിറ്റീസ് ഉണ്ട്. ഏറ്റവും പ്രിയപ്പെട്ട ഭക്തൻ ആരാണെന്നാണ് പറയുന്നത്. അപ്പൊ 17ാമത്തെ ശ്ലോകം വായിക്കാം. യോ ന രിഷ്യതി ന ദ്വേഷ്ടി ന ശോചതി ന കാംക്ഷതി ശുഭാശുഭ പരിത്യാഗി ഭക്തിമാൻ യാസ മേ പ്രിയഃ. മോദനി മാതാജി. യോ ന ഹൃഷ്യതി ന ദ്വേഷ്ടി ന ശോചതി ന കാംക്ഷതി ശുഭാശുഭ പരിത്യാഗി ഭക്തിമാൻ യാസ മേ പ്രിയഃ. നിഷ മാതാജി ട്രാൻസ്ലേഷൻ. One who neither rejoices nor grieves, who neither laments nor desires, and who renounces both auspicious and inauspicious things, such a devotee is very dear to me. One who neither rejoices nor grieves, who neither laments nor desires, and who renounces both auspicious and inauspicious things, such a devotee is very dear to me. എന്താണ് ഭഗവാൻ ഇവിടെ അർജുനൻ പറയുന്നത്? അതായത് ചുരുക്കത്തില് ദ്വന്ദ്വത്തിൽ നിന്നും ഫ്രീ ആയിട്ടുള്ള ആൾക്കാർ, സന്തോഷം വരുമ്പോൾ നമ്മൾ എലേറ്റഡ് ആവാണ്ടേ, സങ്കടം വരുമ്പോൾ നമ്മൾ ദുഃഖിക്കാണ്ടേ, ഓക്കെ, ലാമെന്റ് കഴിഞ്ഞ കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ എപ്പോഴും ഓർത്ത് ദുഃഖിക്കുക, ആഗ്രഹങ്ങൾ ഉണ്ടാവുക. ഇത് രണ്ടും മംഗളവും അമംഗളമായിട്ടുള്ള കാര്യങ്ങളെ റിനൗൺസ് ചെയ്യുക. അങ്ങനത്തെ ഒരു ഭക്തനാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ എന്നാണ് പറയുന്നത്. ഓക്കെ, എന്താണ് പർപ്പുള്ള നോക്കാം. Pure devotee is neither happy nor distressed or material gain or loss, nor is he very much anxious to get a son or disciple, nor is he distressed by not getting them. If he loses anything which is very dear to him, he does not lament. Similarly, if he does not get what he desires, he is not distressed. He is transcendental in the face of all kinds of auspicious, inauspicious, and sinful activities. He is prepared to accept all kinds of risks for the satisfaction of the Supreme Lord. Nothing is an impediment in the discharge of his devotional service. Such a devotee is very dear to Krishna. ഭഗവാൻ പറയുന്നത്, അപ്പോ ഈ 3 ഗുണങ്ങളിലും അകപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ തലത്തിലേക്ക് വളരാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ 3 ഗുണങ്ങളിലും അതീതമായി നിൽക്കുന്ന ഒരു വ്യക്തി, ട്രാൻസെൻഡന്റൽ ആയിട്ടുള്ള, ഓക്കെ, അതായത്
സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം എന്നീ ഗുണങ്ങളിൽ അകപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയെ പറ്റിയല്ല പറയുന്നത്. പ്യുവർ മൂഡ് ഓഫ് ഗുഡ്നസ്, ശുദ്ധ സാത്വിക് സ്റ്റേജിലുള്ള ഒരു വ്യക്തിക്ക് ഇതിന്നെല്ലാം ഫ്രീ ആയിട്ട് സന്തോഷത്തിലും സങ്കടത്തിലും ഈക്വിപ്പോയ്സറായിട്ട് നിൽക്കാൻ പറ്റും. ലാഭത്തിലും നഷ്ടത്തിലും ഈക്വിപ്പോയ്സറായിട്ട് നിൽക്കാൻ പറ്റും, അല്ലേ? സാധാരണ ഉള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോ ചുരുക്കത്തിൽ ഒരു ഉത്തമ ഭക്തൻ എന്ന് തന്നെ പറയാം, പ്യുവർ ഡിവോട്ടി. ഒരു ശുദ്ധ ഭക്തന് മാത്രമേ ഈ തലത്തിലേക്ക് വളരാനും പറ്റൂ, ഈ തലത്തിൽ പെരുമാറാനും പറ്റൂ. അപ്പോൾ മംഗളമായിക്കോട്ടെ അമംഗളമായിക്കോട്ടെ എല്ലാം ഒരേ തലത്തിൽ കാണുന്ന ഒരു വ്യക്തിയായിരിക്കണം. അപ്പൊ അങ്ങനത്തെ ഒരു ഭക്തൻ എനിക്ക് പ്രിയപ്പെട്ടവനാവുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത്. സാധാരണ ആൾക്കാർക്ക് അത് വളരെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എന്ത് തന്നെ വന്നാലും അത് ഭഗവാന്റെ ഇച്ഛ, എന്റെ കർമ്മഫലം ഒക്കെ അത് ഞാൻ സ്വീകരിക്കുന്നു, നല്ലതായാലും ചീത്തയായാലും അത് സ്വീകരിക്കുന്നു എന്നുള്ള മനോഭാവം ഉള്ളൊരു വ്യക്തി. ആ തലത്തിലേക്ക് നമ്മൾ ഉയരണം എന്നാണ് അർജുനനെ ആ തലത്തിലേക്ക് കൊണ്ടുപോവാണ് ഭഗവാൻ ചെയ്യുന്നത്. അപ്പൊ അത് അർജുനൻ മാത്രമല്ല, നമ്മളെപ്പോലുള്ള ഏവർക്കും ഇത് ബാധകമാണ്. എന്നാലാണ് നമുക്ക് ഭഗവാനെ യാതൊരു മോട്ടിവേഷൻ ഇല്ലാണ്ട് നമുക്ക് ഭഗവാനെ വേർഷിപ്പിക്കാൻ പറ്റും. മന്മന ഭവ മദ്ഭക്തോ മധ്യാജീമാം നമസ്കുരു, അല്ലെ? ഈ 4 ഇൻസ്ട്രക്ഷൻസ് ആണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. അതിന് വീണ്ടും ഊന്നി പറയുന്നുണ്ട്. 9-ാമത്തേലും 18-ാമത്തേലും അധ്യായത്തിലാണ് ഈ ഇൻസ്ട്രക്ഷൻ തന്നിരിക്കുന്നത്. ഇത് രണ്ടും റിപ്പീറ്റഡ് ആണ്. എപ്പോഴും എന്നെ സ്മരിക്കുക, എന്നെ ആരാധിക്കുക, ഓക്കെ, എന്നെ പ്രണമിക്കുക, ഓക്കെ, എന്റെ ശുദ്ധ ഭക്തനായിരിക്കുക. ഇപ്പൊ ശുദ്ധ ഭക്തനാവണമെങ്കിൽ ഈ ക്വാളിറ്റീസ് വേണം. ഓക്കെ, ഇതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ചെറിയ ചെറിയ കാര്യത്തിലും നമുക്ക് ഭഗവാനോട് ഇഷ്ടം അനിഷ്ടം, ഓക്കെ, മറ്റുള്ളവരോട് ഇഷ്ടം അനിഷ്ടം, ഓക്കെ, നല്ലത് വരുമ്പോൾ വളരെ സന്തോഷം, എന്തെങ്കിലും വേറെ വിപരീതമായി സംഭവിക്കുമ്പോൾ നമുക്ക് വളരെ വിഷമം, അതൊന്നും ഒരു ശുദ്ധ ഭക്തന്റെ ഒരു സിംറ്റംസ് അല്ല. ശുദ്ധ ഭക്തൻ എന്ന് പറഞ്ഞാൽ ഏതൊരു പരിസ്ഥിതിയിലും അത് ഭഗവാന്റെ ഒരു ബ്ലെസ്സിങ്സ് ആയിട്ട്, നല്ലതും ചീത്തയും പറഞ്ഞാൽ നമ്മുടെ മെറ്റീരിയൽ കാൽക്കുലേഷനിൽ നല്ലതും ചീത്തയും. ഒരു ഡിവോട്ടി സമയത്തൊന്നും നല്ലതും ചീത്തയില്ല. നമ്മളുടെ ഒരു മെറ്റീരിയൽ കാൽക്കുലേഷൻ, ഓക്കെ, നമുക്ക് ശമ്പളത്തിൽ വർധനവ് കിട്ടിയാൽ നല്ലത്, ശമ്പളം കുറച്ചാൽ അത് നല്ലതല്ല, അല്ലേ? ഇത് നമ്മുടെ മെറ്റീരിയൽ കാൽക്കുലേഷൻ ആണ്. പക്ഷെ ഒരു ഡിവോട്ടി സംബന്ധിച്ചാലും വർദ്ധിച്ചാലും കുഴപ്പമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല, രണ്ടും തുല്യമായിട്ട് കാണുന്ന ഒരു വ്യക്തിയായിരിക്കണം. അത് ആർക്കെ സാധിക്കൂ? അത് ഈ ഗുണ അതീത്, ഈ ഗുണങ്ങളിൽ നിന്നും അതീതമായി നിൽക്കുന്ന ഒരു വ്യക്തിക്ക് പറ്റുള്ളൂ. അതാണ് ശുദ്ധഭക്തൻ. അപ്പൊ അങ്ങനത്തെ ഒരു ഭക്തനാണ് എനിക്ക് പ്രിയപ്പെട്ടവൻ എന്നാണ് ഭഗവാൻ പറയുന്നത്. അങ്ങനെ ഇതിലത്തെ മുമ്പത്തെ ശ്ലോകങ്ങളിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഒരുപാട് ശ്ലോകങ്ങളിലെല്ലാം ഭഗവാൻ പറയുന്നത് എല്ലാം ഈ ക്വാളിറ്റീസ് ആണ്, ശുദ്ധഭക്തന്റെ ക്വാളിറ്റീസ് ആണ്. ഓക്കെ, എന്താണ് പറയുന്നത്? സന്തുഷ്ടോ എനക്കേനച്ചിത്, അല്ലേ? അതിന്റെ മുമ്പത്തെ ശ്ലോകത്തിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനത്തെ ഈ ക്വാളിറ്റീസ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കണം. ഈ ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്തെടുത്താൽ മാത്രമാണ് നമ്മൾ ആ ശുദ്ധ ഭക്തൻ എന്നുള്ള കാറ്റഗറിയിൽ വരുള്ളൂ. ഇതാണ് പറയുന്നത്. എന്തെങ്കിലും ഒന്നിലും ഒന്നും അറ്റാച്ച്മെന്റ് പാടില്ല, അല്ലെ? ഒന്നിലും ഒരു അറ്റാച്ച്മെന്റ്. ശുദ്ധ ഭക്തന്റെ ആ ലെവലിലേക്ക്, ഒരു ഉത്തമ ഭക്തന്റെ ലെവലിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒന്നിലും ഒരു അറ്റാച്ച്മെന്റ് പാടില്ല. അറ്റാച്ച്മെന്റ് എന്ന് വെച്ചാൽ അറ്റാച്ച്മെന്റ് പാടും ഭഗവാന്റെ കാര്യങ്ങളിൽ അറ്റാച്ച്മെന്റ് പാടും, ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ അറ്റാച്ച്മെന്റ് പാടില്ല. അറ്റാച്ച്മെന്റ് എന്തായാലും ഉണ്ടാവും, നമുക്ക് അറ്റാച്ച്മെന്റ് ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. ഒന്നുകിൽ മായയിൽ അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ കൃഷ്ണനിൽ അറ്റാച്ച്മെന്റ്. അപ്പൊ ഏതാണ് നല്ലത്? അപ്പൊ ആ ഓപ്ഷൻ നമുക്കുണ്ട്. മായയിൽ അറ്റാച്ച്മെന്റ് പറഞ്ഞാൽ ഈ സുഖ ദുഃഖ സമ്മിശ്രമായിട്ടുള്ള ജീവിതം നയിക്കേണ്ടി വരും. സുഖം വന്നാൽ സന്തോഷിക്കും, ദുഃഖം വന്നാൽ സങ്കടപ്പെടും. പക്ഷേ കൃഷ്ണനിൽ എടുത്താൽ ഏതൊരു പരിസ്ഥിതിയിലും നമ്മൾ ഈക്വിപ്പോയ്സ് ആയിരിക്കും. അതാണ് കൃഷ്ണനോട് അടുത്താൽ. അപ്പോ കൃഷ്ണന്റെ ആ അധീനതയിൽ നമ്മൾ വരണോ അതോ മായയുടെ അധീനതയിൽ വരണോ നമ്മൾ തീരുമാനിക്കാം. ഏതെങ്കിലും നമുക്ക് അറ്റാച്ച്മെന്റ് എന്തായാലും വേണം. അറ്റാച്ച്മെന്റ് ഇല്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഡിസയർ എന്തായാലും, ഡിസയർ ഇല്ലാണ്ട് ഒരിക്കലും ഒരാൾക്കും ജീവിക്കാൻ പറ്റില്ല. ആ ഡിസയറിനെ പ്യൂരിഫൈ ചെയ്യാന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം. ഓക്കെ, ഡിസയർലെസ് എന്ന് പറഞ്ഞ തന്നെ ഒരു ഡിസയറാണ്. ചില ആൾക്കാർ പറയും വി ഷുഡ് ബി ഡിസയർലെസ്. ഡിസയർലെസ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഡിസയറാണ്, ഒരു ആഗ്രഹമാണ്. അപ്പൊ ഡിസയർ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല.
അറ്റാച്ച്മെന്റ് ഇല്ലാണ്ട് ജീവിക്കുന്നില്ല. അപ്പൊ ആ അറ്റാച്ച്മെന്റ് നമ്മുടെ ഇപ്പോഴത്തെ അറ്റാച്ച്മെന്റിനെ സ്പിരിച്വൽ ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നതാണ്. അറ്റാച്ച്മെന്റ് ഒരു പരിധി വരെ ഉണ്ടെങ്കിലല്ലേ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യത്തുള്ളൂ. ആ അറ്റാച്ച്മെന്റ് ഇല്ലാതായ നിസ്സംഗനായി ഇരുന്നു പോവില്ലേ? അപ്പൊ കുറച്ച് അറ്റാച്ച്മെന്റ് ആവശ്യമാണല്ലോ മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി. സ്പിരിച്വലി അറ്റാച്ച്മെന്റ് ആവശ്യമാണ്. ഇത് പക്ഷേ സ്പിരിച്വലി നിൽക്കുമ്പോ ഒരു സ്പിരിച്വൽ പേഴ്സന്റെയും അല്ലാത്ത ഒരു ഭക്തനോ അഭക്തനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ ശരിക്കും ഭക്തൻ എന്ന് വെച്ചാൽ ആർക്കായിരുന്നാലും അൺപ്ലസന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അൺഹാപ്പിനെസ് ആയിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ആരായിരുന്നാലും പെട്ടെന്നൊന്ന് വിഷമിക്കും. അത് ഭക്തി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മനുഷ്യന്റെ സ്വഭാവമാണ്. നല്ല കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ സന്തോഷിക്കും, അറിയാതെ സന്തോഷിക്കും, മോശം കാര്യങ്ങൾ സംഭവിക്കും. പക്ഷെ ഭക്തനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് റിക്കവറി ഫാസ്റ്റ് ആയിരിക്കും. കാര്യം ഭഗവാനെ താത്വികമായി അറിഞ്ഞ് ജീവിക്കുന്നത് കൊണ്ട്, പിന്നെ തത്വങ്ങൾ കുറച്ച് ഗ്രഹിച്ച് വെക്കുന്നത് കൊണ്ട് റിക്കവറി ഫാസ്റ്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ എളുപ്പം തന്നെ ഒരു റിയലൈസേഷൻ വരുവായി, എനിക്കിത് വന്നത് എന്റെ കർമ്മത്തിന്റെ ഫലമാണെന്ന് ഓർത്ത് ഭക്തനേക്കാളും മനസ്സിനെ സാന്ത്വനിപ്പിക്കും, സ്വയം ആശ്വസിക്കും. അത് ഭക്തന്റെ ആ ഭക്തിയിൽ നിൽക്കുമ്പോൾ ഉള്ള ഒരു ക്വാളിറ്റി. പക്ഷെ ദുഃഖം, വിഷമം എന്ന് പറയുമ്പോൾ അതിപ്പോ ഭക്തിയിലുള്ളവരായിരുന്നാലും ഭക്തിയിൽ ഇല്ലാത്തവരായിരുന്നാലും സങ്കടം വരുമ്പോ കരയാനല്ലേ തോന്നുള്ളൂ, സന്തോഷം വരുമ്പോ ചിരിക്കും. അത് മനുഷ്യന്റെ നേച്ചർ. മാതാജി പറഞ്ഞ 100% ശരിയാണ്. പക്ഷെ ഇവിടെ പറയുന്നത് ശുദ്ധ ഭക്തന്റെ കാര്യത്തിൽ പറ്റാണ്. ഒരു ഉത്തമ ഭക്തൻ, അതായത് ഒരു കനിഷ്ഠ, മധ്യമ, ഉത്തമ. ആ ഉത്തമ അതാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. വൺ ഹു നീദർ റിജോയ്സസ്. അത് സെൽഫ് റിയലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കല്ലേ അങ്ങനെ പറ്റുള്ളൂ. അപ്പൊ ആ ഉത്തമ ഭക്തന്റെ ലെവലിൽ ഇതാണ് പറയുന്നത്. വൺ ഹു നീദർ റിജോയ്സർ നോർ ഗ്രീവ്സ്. അവിടെ രണ്ടുമില്ല. ഹു നീദർ ലാമെന്റ്സ് നോർ ഡിസൈർസ് ആൻഡ് ഹു റിനൗൺസസ് ബോത്ത് ഓസ്പീഷ്യസ് ഇൻഓസ്പീഷ്യസ്. ആ തലത്തിലേക്ക് അർജുനെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മളെല്ലാവരും ആ തലത്തിലേക്ക് വന്നതാണ്. യാതൊരു പേഴ്സണൽ മോട്ടിവേഷനും ഇല്ലാണ്ട്, അൾട്ടീരിയർ മോട്ടീവ്സ് ഇല്ലാണ്ട് നമുക്ക് ഭഗവാനെ വേർഷിപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു ടിഞ്ച്, ഇപ്പൊ നമ്മുടെ മറ്റുള്ള ഇതിലൊക്കെ ഒരു ടിഞ്ച് ഓഫ് ഡിസൈർസ് ഉണ്ടാവും, ഒരു സെൽഫ്, ഒരു വളരെ ചെറുത്. അതും കൂടി പാടില്ല എന്ന് പറയുന്നത്. അതാണ് വൺ ഹു നീദർ റിജോയ്സസ് നോർ ഗ്രീവ്സ്, ഹു നീദർ ലാമെന്റ്സ് നോർ ഡിസൈർസ് ആൻഡ് ഹു റിനൗൺസസ് ബോത്ത് ഓസ്പീഷ്യസ്. അപ്പൊ മംഗളം അമംഗളം രണ്ടും. അതായത് നമുക്കൊരു ഫോർ എക്സാമ്പിൾ, നമ്മളുടെ ഇപ്പോഴത്തെ പരിസ്ഥിതിയിൽ എന്താണ്, എനിക്ക് ശമ്പളം കിട്ടിയാൽ ഒരു പാർട്ടി, എല്ലാവർക്കും വിളിച്ച് പാർട്ടി ഒന്ന് സന്തോഷം ഭയങ്കര. നേരെ മറിച്ച് എന്റെ ജോലി പോയാൽ ഞാൻ എന്താ ചെയ്യാ? സങ്കടപ്പെടും. പക്ഷെ നേരെ മറിച്ച് ഒരു ഉയർന്ന ഭക്തൻ രണ്ടിലും ഈക്വലായിട്ട് കാണുന്നു. ഭഗവാന്റെ ആ ഒരു കരുണയാണ്, മേഴ്സിയാണ്. കാരണം വെച്ചാൽ എന്റെ ജോലി നഷ്ടപ്പെട്ടത് എനിക്ക് ഡിവോഷണൽ സർവീസ് കുറച്ചും കൂടി കൂടുതൽ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീക്കുകയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഭക്തൻ യാതൊരു ഇതുമില്ലാണ്ട് അതിനെ കാണുന്നു. ആ തലത്തിലേക്ക് പോകണമെന്നാ പറയുന്നത്. മാതാജി പറഞ്ഞു തെറ്റല്ല, മാതാജി പറഞ്ഞു ശരിയാണ്. പക്ഷെ നമ്മളൊക്കെ ആ തലത്തിലാണ്. അപ്പൊ ആ തലത്തിൽ നിന്നും ആ അതീത് ഗുണത്തിന്റെ 3 ഗുണങ്ങളിൽ നിന്നും മീതെ ട്രാൻസെൻഡന്റൽ ക്വാളിറ്റീസിൽ പോകണം. അങ്ങനത്തെ ഒരു ഭക്തനാണ് എനിക്ക് കിട്ടിയത്. മറ്റുള്ളവരെ അല്ലാന്ന് വരില്ല. പക്ഷെ ഭഗവത്ഗീതയിലെ ഭഗവാൻ തന്നെ പറയുന്ന എന്താ പറയുക, ടു വാട്ട് എക്സ്റ്റെന്റ് one goes, to that extent he reciprocates. Okay, to what extent one who goes, to that extent he comes. അപ്പൊ അതും ഭഗവാന്റെ തന്നെ. പക്ഷെ അതിന് കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് അല്ല ഭഗവാൻ. കാരണം വെച്ചാൽ അവിടെ നമ്മുടെ ഒരു സെൽഫിഷ് മോട്ടീവ്, ഒരു സെൽഫ് ഇൻട്രസ്റ്റ് ഉണ്ട് നമ്മുടെ ഇന്ദ്രിയ തൃപ്തി കൊണ്ട്. ഇവിടെ ഇങ്ങനത്തെ ഒരു ഭക്തൻ എന്താണ്, ഞാൻ പറഞ്ഞില്ല എക്സാക്ട്ലി നമ്മുടെ വ്രജവാസികള്, നമ്മുടെ നാരദന്റെ ആ ഒരു ഉദാഹരണം. നാരദൻ എല്ലാവരുടെ അടുത്തും പോയി, ഓക്കെ, ഭഗവാന് തലവേദന വന്നു, ഓക്കെ, ആ ഭഗവാന്റെ തലവേദന മാറുന്നുണ്ടെങ്കിൽ നല്ലൊരു ഭക്തന്റെ പാദധൂളി കിട്ടണം. എല്ലാവരും അടുത്തും പോയി, എല്ലാവരും പറഞ്ഞു, അയ്യോ ഞാൻ നരകത്തിൽ പോകേണ്ടി വരുമല്ലോ. അപ്പൊ എല്ലാവരും അവരെ സെൽഫായിട്ടുള്ള അതാണ് ആലോചിച്ചത്. ഗോപികമാരൻ എന്താ പറഞ്ഞ്, ഞങ്ങള് എത്രയോ യുഗങ്ങൾ വേണമെങ്കിൽ നരകത്തിൽ പോകാം, പക്ഷെ ഭഗവാന്റെ തലവേദന. അപ്പൊ അവരുടെ ആറ്റിറ്റ്യൂഡും ഒരു മറ്റുള്ള ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡും വ്യത്യാസമുണ്ട്. ഇത് ഏറ്റവും ഉന്നതമായിട്ടുള്ള ആ തലത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ് വ്രജവാസികളും, എസ്പെഷ്യലി അതില് ഗോപികമാരൻ. അപ്പൊ അതുകൊണ്ടാണ് അവിടെ അവരുടെ ഒരേ ഒരു ആഗ്രഹം ഭഗവാനെ പ്രീതിപ്പെടുത്തുക. ഞാൻ എത്ര തന്നെ കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, അതെനിക്ക് ഇമ്മിറ്റേറിയൻ എന്നുള്ള ഒരു ഇതിലാണ്. അപ്പൊ ആ തലത്തിലാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അതായത് you have to rise from the mode of goodness also to the mode of pure goodness.
ആ ഒരു പോയിന്റിലാണ് ഭഗവാൻ ഇതിവിടെ പറയുന്നത്. ഹരേ കൃഷ്ണ. സ്മിത മാതാജി. സോറി പ്രഭു, അഭിഷേകത്തിന് വൈകി, അതുകൊണ്ട് ക്ലാസ്സിൽ കയറാൻ വൈകിയത് കേട്ടോ. 18-19 സമാസത്രോച്ച മിത്രേച്ച തഥാ മാനാപമാനയോ ശീതോഷ്ണ സുഖ ദുഃഖേഷു സമാസംഗ വിവർജിത തുല്യ നിന്ദാസ്തുതിർമൗനി സന്തുഷ്ടോ യേന കേനചിത് അനികേതാസിതാ മതിർ ഭക്തിമാൻ മേ പ്രിയോ നരഃ. നിഷമാതാജി ആൻഡ് പ്രഭു. समशत्रौ च मित्रे च तथा मानापमानयो शीतोष्णा सुखदुःखेषु समसङ्गविवर्जिता तुल्यनिन्दास्तुतिर्मौनी सन्तुष्टो येन केनचित् अनिकेतस्थिरमतिर्भक्तिमान् मे प्रियो नमः. നരഃ. नरः. Hare Krishna. ഹരേ കൃഷ്ണ. One who is equal to friends and enemies, who is equipoised in honor and dishonor, heat and cold, happiness and distress, fame and infamy, who is always free from contaminating association, always silent and satisfied with anything, who does not care for any residence, who is fixed in knowledge and who is engaged in devotion service. Such a person is very dear to me. Very good. So one who is equal to friends and enemies, who is equipoised in honor and dishonor, heat and cold, happiness and distress, fame and infamy. Okay. One who is equal to friends and enemies, who is equipoised in honor and dishonor, heat and cold, happiness and distress, fame and infamy, who is always free from contaminating association, always silent and satisfied with anything, who, who doesn't care for any resonance, who is fixed in knowledge and who is engaged in devotion service. Such a person is very dear to me. About further, കൂടുതൽ പോയിന്റ്സ്, കൂടുതൽ ക്വാളിറ്റീസ് ഇവിടെ ഭഗവാൻ പറഞ്ഞു കൊടുക്കാണ്. ഇങ്ങനത്തെ, അതായത് സുഹൃത്തുക്കളായാലും ശരി, ശത്രുക്കളായി, അതായത് അങ്ങനത്തെ ഒരാൾക്ക് ശത്രുക്കളില്ല, പക്ഷെ മറ്റുള്ളവർ ഇവരെ ശത്രുക്കളായിട്ട് കാണാം. ഫോർ എക്സാമ്പിൾ യുധിഷ്ഠിരൻ അജാത ശത്രു എന്നാ പറയുന്നത്. കാരണം യുധിഷ്ഠിരനെ സംബന്ധിച്ചിടത്തോളം ഒരാളെയും ശത്രുവായിട്ട് കാണുന്നില്ല, പക്ഷെ യുധിഷ്ഠിരനെ മറ്റുള്ള ആൾക്കാർക്ക് ശത്രുവായിട്ട് കാണാം. അതുപോലെ യുധിഷ്ഠിരനും ചെയ്യാൻ പറ്റില്ല, അല്ലെ? അപ്പൊ അതേപോലെ വൺ ഹു ഈസ് ഈക്വൽ ടു ഫ്രണ്ട്സ് ആൻഡ് എനിമീസ്. അപ്പോ ശത്രുക്കൾ ഉണ്ടായിരിക്കാം ഈ വ്യക്തികൾക്ക്, ഫ്രണ്ട്സ് ഉണ്ടായിരിക്കാം, പക്ഷെ അവരെല്ലാം ഈക്വൽ ആയിട്ട് കാണാം. ഇപ്പൊ നമ്മുടെ വീട്ടില് ഒരു നമുക്ക് ഇഷ്ടമില്ല, നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന, നമ്മുടെ ശത്രുവായി കാണുന്ന ഒരാൾ വരുമ്പോ നമ്മളെങ്ങനെ ഒരാളെ സ്വീകരിക്കുക? അതേ സമയത്ത് തന്നെ ഒരു നല്ലൊരു ഫ്രണ്ട്, ഒരു വെൽവിഷിംഗ് ഫ്രണ്ട് നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നമ്മളെങ്ങനെ രണ്ടുപേരെയും ഒരേ തലത്തിൽ നമ്മൾ കണ്ട് സ്വീകരിക്കുമോ, പെരുമാറുമോ? ഇപ്പോഴത്തെ നിലയില് പറ്റുമോ? പറ്റില്ല. കാരണം നമ്മൾ ആ തലത്തിൽ വളർന്നിട്ടില്ല. അങ്ങനെ പറയാൻ വേണ്ടിയുള്ള ശത്രുക്കളില്ലെങ്കിൽ കൂടി നമുക്ക് ഇഷ്ടമില്ലാത്ത ചില ആൾക്കാർ വരാണ്. അത് നമ്മുടെ വേവ് ലെങ്ത് ആയിട്ട് അത് യോജിക്കുന്നില്ല, കെമിസ്ട്രി യോജിക്കുന്നില്ല, അങ്ങനത്തെ ആൾക്കാർ വരാണ്. അപ്പൊ എന്താണ്, നമ്മൾ പുറമേ നമ്മള് പല്ല് കാണിച്ചാലും ഉള്ളിലും, മനസ്സിന്റെ ഉള്ളിലെങ്കിലും നമ്മൾ പറയും, എത്രയും പെട്ടെന്ന് പോയി കിട്ടിയാൽ നന്നായിരുന്നു, ഇല്ലേ? അത് സാധാരണ ഒരു കാര്യമാണ് പറയുന്നത്. അപ്പൊ നമ്മള് അതേ സമയത്ത് നല്ല ഇഷ്ടപ്പെട്ടുള്ള ഒരാൾ വരാണെങ്കിൽ നമ്മൾ എങ്ങനെ സ്വീകരിക്കുന്നു? വ്യത്യാസമില്ലേ? പുറമെ കാണിച്ചില്ലെങ്കിൽ മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടാവുമോ? ഇല്ലേ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അതെ അതെ അതെ. ഹാർദവമായി സ്വീകരിക്കും. മറ്റേത് നമുക്ക് ഇഷ്ടപ്പെടുന്ന ആൾ വരുമ്പോ നമ്മൾ ഹാർദവമായി സ്വീകരിക്കും. മറ്റേതെന്ന് വെച്ചാൽ മൈൻഡ് റിജക്ട് ചെയ്യും. പുറമെ നമ്മൾ ചിരിച്ചാലും മൈൻഡ്. അതാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഭഗവാൻ പറയുന്ന അങ്ങനത്തെ ഒരു ഡിവോട്ടി അല്ല പറയുന്നത്. ഓക്കെ, ഈക്വൽ ടു ഫ്രണ്ട്സ് ആൻഡ് എനിമീസ്, വിച്ച് ഇക്വിപ്പോയ്സ് ഇൻ ഓണർ. ഇപ്പൊ നമ്മളെ അപമാനിച്ചാലും ശരി, നമ്മള് ന്യൂട്രൽ ആയിട്ട് നിൽക്കണം. നമ്മളെ ഓണർ ചെയ്താലും, നമ്മൾ ആദരവ് കാണിച്ചാലും ശരി, നമ്മൾ ഈക്വിപ്പോയ്സ് ആകണം. ഓക്കെ, നമ്മൾ അതിൽ ഇഷ്ടപ്പെടാത്ത പ്രവൃത്തി ചെയ്താലും നമ്മൾ ദേഷ്യം വെക്കാനേ പാടില്ല എന്നാ സാരം, അല്ലേ? ശരിക്കും അതാണ്. ദിസ് ഈസ് ദ ക്വാളിറ്റി ഓഫ് എ പ്യൂർ ഡിവോട്ടി. ഒരു പ്യൂർ ശുദ്ധ ഭക്തന്റെ ക്വാളിറ്റീസ് ആണ് പറയുന്നത്. നമ്മളെ ഈ സമൂഹത്തിൽ നിൽക്കുമ്പോ നമ്മളുടെ ബാഗേജ്, കാർമിക് ബാഗേജ് ഒരുപാടുണ്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് കൂടെ. അപ്പൊ അതിന്റെ റിഫ്ലക്ഷനാണ് നമ്മുടെ സ്വഭാവം. ഓക്കെ,
നമ്മുടെ ഇതിന്റെ കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്ത ഒരുപാട് കാർമിക് ബാഗേജ് നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. അതിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ് ഇപ്പൊ നമ്മൾ കാണിക്കുന്ന സ്വഭാവങ്ങൾ. അപ്പൊ അതിനെ പ്യൂരിഫൈ ചെയ്യണം. അതാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ ഈ തലത്തിലേക്ക് വരുന്ന ഒരു വ്യക്തി, ഒരു ഭക്തനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പൊ അത് ഹീറ്റ് ആൻഡ് കോൾഡ്, ഹാപ്പിനെസ് ആൻഡ് ഡിസ്ട്രസ്, ഫെയിം ആൻഡ് ഇൻഫെയിമി, യുനോ, അസോസിയേഷൻ, കണ്ടാമിനേറ്റ്, ഹി ഈസ് ഓൾവേസ് ഫ്രീ. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഉത്തമ ഭക്തന്മാര്, യുനോ, അവര് ഒരാൾക്കും, യുനോ, ആരാണെങ്കിലും റിജക്ട് ചെയ്യില്ല. എനിമി ആണെങ്കിലും റിജക്ട് ചെയ്യില്ല. ഇപ്പൊ ബാബാജിമാര്, ഈ ശരിക്കുള്ള ബാബാജിമാരുടെ കാര്യം പറയുന്നുട്ടോ. വൃന്ദാവനിലും മറ്റുള്ള ഹോളി പ്ലേസസിൽ ബാബാജിമാരുണ്ട്. ബാബാജിമാര് പറഞ്ഞ ശരിക്കും പരമഹംസ ലെവലുള്ള ആൾക്കാരാണ്. ഇവിടെയൊക്കെ ഫോർ എക്സാമ്പിൾ ഷഡ്ഗോസ്വാമിമാരൊക്കെ അവർ സന്യാസി അല്ലായിരുന്നു, അവർ ബാബാജിയാണ്. ബാബാജി എന്ന് പറഞ്ഞ പരമഹംസ ലെവലിലാണ്. അവരൊക്കെ ആ തലത്തിലുള്ള ആൾക്കാരാണ്. അവര് വൈറ്റ്, അവര് നമ്മൾക്ക് സാഫ്രൺ എന്നല്ല, വൈറ്റ് ക്ലോത്ത് ഇടുക, പക്ഷെ ബാബാജിമാരാണ്. ബാബാജി പറഞ്ഞാൽ ശരിക്കുള്ള ബാബാജിയുടെ കാരണം. ഇന്നത്തെ കാലത്ത് യുനോ സ്യൂഡോ ബാബാജിമാരുടെ കാര്യമല്ല പറയുന്നത്. അവരെ ശരിക്കും പരമഹംസരാണ്. എസ്പെഷ്യലി രൂപ, സനാതന, ജീവ, ഈ ഗോസ്വാമിമാരൊക്കെ അങ്ങനെ ആ തലത്തിലായിരുന്നു. അതുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭുവിന് അവരെ ഏറ്റവും ഇഷ്ടം. അവരെ പ്രൈം ഡിസൈപ്പിൾസ് ആയിരുന്നു. എന്നുവെച്ചാൽ അവരെല്ലാം ഈ ക്വാളിറ്റീസ് ഉള്ള ആൾക്കാരായിരുന്നു. ഈ ക്വാളിറ്റീസ് ഉള്ള ആൾക്കാരായിരുന്നു. ഒരിക്കലും പേരിനും പ്രശസ്തിക്കും വേണ്ടിയിട്ട് അവർ ഒരാളുടെ അടുത്ത് പോയി ഡിബേറ്റ് ചെയ്യേ അങ്ങനൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ വന്നാൽ തന്നെ അവര് പറഞ്ഞല്ലോ, രൂപ ഗോസ്വാമി, സനാതന ഒക്കെ സൈൻ ചെയ്ത് കൊടുക്കും. ദിഗ്വിജയ് പണ്ഡിതന്മാരൊക്കെ വന്നിട്ട് ചെയ്യണം, ഓക്കെ ഞാനാണ് ദിഗ്വിജയ്, സൈൻ ചെയ്യാൻ പറഞ്ഞ, അതായത് ഡിബേറ്റിന് പറയുമ്പോൾ ഞങ്ങൾക്ക് വേണ്ട, എന്താ എവിടെ സൈൻ ചെയ്താൽ മതി, നിങ്ങൾ ആ ദിഗ്വിജയ് തലക്കെട്ട് എടുത്തോളും, നമുക്കതിന് വേണ്ട. സോ ദേ ആർ നോട്ട് ദർ. ആക്ച്വലി അവരൊക്കെ ഡിബേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ആരെയും തോൽപ്പിക്കാൻ പറ്റും അങ്ങനെ. പക്ഷെ അവരുടെ മൂഡ് ടോട്ടലി ഡിഫറെന്റ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് അവരെല്ലാം പരമഹംസരാണ്. അപ്പൊ ആ തലത്തിലുള്ള ആൾക്കാർക്ക് ശത്രു വന്നോട്ടെ, മിത്രം വന്നോട്ടെ, ആദരവ് വന്നോട്ടെ, അപമാനം വന്നോട്ടെ, എല്ലാം ഈക്വൽ. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ബുക്കിൽ ഞാൻ വായിച്ചതാണ് പ്രഭു. അതിൽ പറയുന്നത് എന്താ വെച്ചാൽ, ആത്മജ്ഞാനം എന്ന് പറയുന്നത് അറിയാനും അറിയിക്കാനും ഉള്ളതാണ്, വാദിക്കാനും ജയിക്കാനും ഉള്ളതല്ല. അപ്പൊ ഞാൻ അത് വായിച്ചപ്പോ ഞാൻ ഈ ഗോസ്വാമിയാണ് ഓർമ്മിച്ചത്. അവരിങ്ങനെ ചെയ്യുമായിരുന്നല്ലോ. അപ്പൊ വേണമെങ്കിൽ അവർക്ക് വാദിച്ച് ജയിക്കാം, അവർക്ക് ആരെയും തോൽപ്പിക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ പറയും ആത്മജ്ഞാനം എന്ന് പറയുന്നത് ശരിക്കും വാദിക്കാനും ജയിക്കാനും ഉള്ളതല്ല, അത് അറിയാനും അറിയിക്കാനും ഉള്ളതാണ്. അപ്പൊ അവര് ശരിക്കും അത് ഗോസ്വാമീസിനെ കൊണ്ടേ അങ്ങനെ പറ്റൂ. അതുപോലെ അതുകൊണ്ടാണ് അവർക്ക് ഗോസ്വാമി എന്നുള്ള ടൈറ്റില്. പക്ഷെ ഇന്നത്തെ പരമ്പരാഗതമായിട്ട് അവർ ഗോസ്വാമി ടൈറ്റിൽ ഇടാണ്. ഇപ്പൊ ഞാൻ ഒരു ഗോസ്വാമിയുടെ കുടുംബത്തിൽ ജനിച്ചാൽ എനിക്കൊരു ഗോസ്വാമി, അതേപോലത്തെ ഗോസ്വാമിമാർ ഒരുപാടുണ്ട് ഇപ്പോഴും. പക്ഷെ അന്നത്തെ ഗോസ്വാമി പറഞ്ഞാൽ ആക്ച്വലി നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ സ്വാമിയാണ്. ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സ്വാമി, കൺട്രോളറാണ്. അതാണ് ഗോസ്വാമി. പ്രഭു അവരെന്ന് പറയുമ്പോഴേ ശരിക്കും ചൈതന്യ മഹാപ്രഭുവിന്റെ ഡയറക്റ്റ് അസോസിയേറ്റ്സ് അല്ലേ. അപ്പൊ അവർക്ക് അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ടാവുമല്ലോ ഭഗവാനോട് തൊട്ട് നിൽക്കുമ്പോഴേ. തീർച്ചയായിട്ടും അങ്ങനത്തെ ആൾക്കാരാണല്ലോ പാർഷദായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് ചൈതന്യം രൂപ ഗോസ്വാമി ഇത് പറഞ്ഞിരിക്കുന്നത്, വാചോ വേഗം, മനസാ ക്രോധ വേഗം, ജിഹ്വാ വേഗം, സർവം. ആർക്കാണ് ലോകത്തിലെ ശിഷ്യന്മാരെ, അനുയായികളെ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ അർജസിന്, ഈ ഇന്ദ്രിയങ്ങളെ ആർക്ക് അവനവന്റെ കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റും, അവർക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ്. അപ്പൊ ആ തലത്തിലേക്കുള്ള ഒരു ഉയർച്ചയാണ് അർജുനോട് പറയുന്നത് ഭഗവാൻ. ആ തലത്തിലേക്ക് വരണം എന്നാണ് പറയുന്നത്. അങ്ങനത്തെ ഒരു ഭക്തനാണ് എനിക്ക് വളരെ പ്രിയപ്പെട്ടവൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി എത്ര ജന്മം എടുക്കണം അങ്ങനെ ആവാൻ ഞാൻ ആലോചിക്കണം. അല്ല, പക്ഷെ നമുക്ക് ഒരു ഡിസ്കൗണ്ട് വന്നിട്ടുണ്ട്. അത് ഈ കലിയുഗത്തില് ഇത് സാധിക്കില്ല, വളരെ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്, വളരെ 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 ലളിതമായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. മിനിമം 16 റൗണ്ട്സ് ഒഫൻസ്ലെസ്ലി ചാൻഡ് ചെയ്യുക, ഫോർ റെഗുലേറ്റീവ് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുക, റെഗുലേറ്റഡ് ഡിസിപ്ലിൻ ലൈഫ് ചെയ്താൽ തന്നെ വലിയ കാര്യമായി. 99%മായി, ബാക്കി 1% ആചാര്യന്മാരുടെ കൃപ. അല്ല, ആക്ച്വലി ഇറ്റ്സ് അതർ വേ. 99% ആചാര്യന്മാരുടെ കൃപ, 1% നമ്മുടെ എഫർട്ടാണ്. ആക്ച്വലി അങ്ങനെയാണ്. നമ്മൾ ഇത്രയും മിനിമം ചെയ്യണം, നമ്മൾ ചെയ്യണം. ബാക്കി റെഗുലേറ്റീവ് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യണമെങ്കിൽ തന്നെ
വലിയ കാര്യമാണ്. ഇന്നത്തെ കാലത്ത് വലിയ കാര്യമാണ്. ഇറ്റ്സ് എ ബിഗ് തിങ്, എസ്പെഷ്യലി ഇൻ ദ ഏജ് ഓഫ് കലി. ഓക്കെ. പിന്നെ ഒരു സ്ഥലത്തിരുന്ന് ഒരു 16 മാല അല്ലെങ്കിൽ നമ്മൾ ഡെയിലി ഒരു 16 മാല ഒഫൻസ്ലെസ്ലി ചാൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ, അറ്റൻറ്റീവ് ആയിട്ട് ചാൻഡ് ചെയ്യാൻ പറഞ്ഞാൽ ഇറ്റ്സ് എ ബിഗ് തിങ്. ഇറ്റ്സ് എൻ ഓസ്റ്ററിറ്റി ആക്ച്വലി, എസ്പെഷ്യലി ഇൻ ദ ഏജ് ഓഫ് കലി. അപ്പൊ അത്രയും നമ്മൾ ചെയ്യുകയാണെങ്കിൽ ബാക്കി കാര്യങ്ങൾ നമ്മുടെ ഗുരുജനങ്ങളും ബാക്കിയുള്ള ഭഗവാന്റെ കൃപയും കൂടെ എല്ലാം നടക്കും. ഇത്രയും മിനിമം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. So devotee is always free from all bad association. Sometimes one is praised and sometimes one is defamed. That is the nature of human society. അത് നമുക്കറിയാം. എത്ര തന്നെ നമ്മൾ നല്ല കാര്യം ചെയ്താലും രണ്ട് അഭിപ്രായം ഉണ്ടാവും, ഇല്ലേ? കുറച്ച് ആൾക്കാർ നല്ലത് പറയും, കുറച്ച് ആൾക്കാർ ചീത്ത പറയും. ഓക്കെ. എത്ര തന്നെ നല്ല കാര്യം ചെയ്താലും ശരി, ഒരു വിഭാഗം ആൾക്കാർ അതിനെ പറ്റിയിട്ട് അതിന് ഒരു ഫോൾട്ട് ഫൈൻഡിങ് ഉണ്ടായിരിക്കും, ഒരു വിഭാഗം ആൾക്കാർ അതിനെ പ്രേസ് ചെയ്യാനുണ്ടായിരിക്കും. അതിലൊന്നും നമ്മൾ കീഴ്പ്പെടാൻ പാടില്ല. സോ ദാറ്റ് ഈസ് ദ നേച്ചർ ഓഫ് ഹ്യൂമൻ സൊസൈറ്റി എന്ന് പറയുന്നത്. അതായത് സംടൈംസ് വൺ ഈസ് ഡിഫേംഡ്, സംടൈംസ് വൺ ഈസ് പ്രേസ്ഡ്. ബട്ട് എ ഡിവോട്ടി ഈസ് ഓൾവേസ് ട്രാൻസെൻഡന്റൽ ടു ആർട്ടിഫിഷ്യൽ ഫെയിം ആൻഡ് ഇൻഫേമി, ഡിസ്ട്രസ് ഓർ പെയിൻ. എന്താണ് ഇവിടെ ആർട്ടിഫിഷ്യൽ ഫെയിം ആൻഡ് ഇൻഫേമി എന്ന് പറയുന്നത്? കാരണം ഇത് ടെമ്പററി ആണ്. ഇത് നമ്മുടെ കൂടെ വരാത്ത ഒരു കാര്യമാണ്. ഈ ലൈഫിനോട് കൂടി കഴിഞ്ഞു. എത്രയോ ജന്മം നമ്മൾ എടുത്തിട്ടുണ്ട്, ഇനി എത്രയോ ജന്മം എടുക്കാൻ പോകണം നമുക്കറിയില്ല, നമ്മുടെ കയ്യിലല്ല. ഓക്കെ. അപ്പൊ ഇത് എല്ലാം ഈ ഫേമസും ഇൻഫേമി എല്ലാം, ഹാപ്പിനെസ്സും ഡിസ്ട്രസ് എല്ലാം ടെമ്പററി ആണ്. ഇറ്റ് പാസസ്, ഇറ്റ് ഫേഡ്സ് അവേ, ഇറ്റ് ഗെറ്റ്സ് ഡിറ്റീരിയേറ്റഡ്. ഇതെല്ലാം വന്നും പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ആർട്ടിഫിഷ്യൽ ആയിട്ടാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്. കാണിച്ചാൽ ഇതൊന്നും പെർമനന്റ് ആയിട്ട് എപ്പോഴും നിൽക്കാൻ പോകുന്നില്ല. ഹി ഈസ് വെരി പേഷ്യന്റ്, ക്ഷമ. He does not speak of anything but the topics about Krishna. അതായത് അൺനെസറി ഗോസിപ്പ് ഇല്ല. ഭഗവാന് പ്രീതി വരുത്തുന്ന ആ കാര്യങ്ങൾ മാത്രം സംസാരിക്കുള്ളൂ. Therefore he is called silent. അപ്പൊ സൈലന്റ് എന്ന് പറഞ്ഞാൽ മൗനം പാലിക്കാന്നുണ്ട, പ്രജൽപ്പ ചെയ്യാതിരിക്കുക എന്നാണ് സൈലന്റ്. ഭഗവാന്റെ കാര്യം എത്ര വേണമെങ്കിൽ സംസാരിക്കാം, അത് സൈലൻസാ. അതിൽ യാതൊരു റിയാക്ഷൻസും വരുന്നില്ല ഭഗവാന്റെ കാര്യം പറയുമ്പോൾ. അത് മൗനമാണ്. പക്ഷെ പ്രജൽപ്പ ചെയ്യുന്നതാണ് നമ്മൾ അതിന് വിപരീതമായിട്ട് പോകുന്നത്. സൈലന്റ് ഡസ് നോട്ട് മീൻ ദാറ്റ് വൺ ഷുഡ് നോട്ട് സ്പീക്ക് എന്നാണ് പറയുന്നത്. സൈലന്റ് മീൻസ് ദാറ്റ് വൺ ഷുഡ് നോട്ട് സ്പീക്ക് നോൺസെൻസ്. അതാണ് സൈലന്റ്. ഇപ്പൊ ചില ആൾക്കാരെ ചില ഞാനൊരു ഡയറക്റ്റ് അറിയില്ല, ഒരാളെ അറിയാം, മൗനം എത്രയോ കാലമായിട്ട് സംസാരിക്കില്ല, മൗനവ്രതമാണ്. അപ്പൊ ഭഗവാൻ അവനൊന്ന് നാവ് തന്നിരിക്കുന്നത് എന്തിനാണ്? അല്ലേ? ഒരു ബാബയാണ്, ഒരു ഗുരുവാണ്, ആൾക്കാർക്ക് അദ്ദേഹത്തിന് ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ മൗനമാണ്, കുറേ വർഷമായിട്ട് മൗനമാണ്. ഒന്നും സംബന്ധിച്ച് എന്തെങ്കിലും എന്താ പറയുക പറയണമെന്നുണ്ടെങ്കിൽ എഴുതി കാണിക്കും. എന്താണ് അർത്ഥം? എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. കാരണം അവനവന് അത് ശരിക്കും കാന്താരിക്ക് കണ്ണുണ്ടായിട്ട് കണ്ണ് കെട്ടി നടക്കുന്ന പോലെയല്ലേ. ഭർത്താവിന് കണ്ണ് കാണാനുള്ള ശേഷിയില്ല. അപ്പൊ ഭാര്യ ആ ഭർത്താവിന്റെ കണ്ണായിട്ട് മാറിയല്ലേ വേണ്ടത്? ഇരിക്കാണ് ഒരു ദിവസം മിണ്ടാതിരിക്കാൻ പറ്റില്ല, ഒരു മണിക്കൂർ ദൈവമേ ശ്വാസം മുട്ടുമല്ലേ സംസാരിക്കാതിരിക്കണമെന്ന് പറഞ്ഞാലേ. അല്ല അതന്നെ, ഇത്രയും കാലമായിട്ട് അദ്ദേഹം സംസാരിക്കുന്നില്ല. പക്ഷെ ആ ഇപ്പൊ എന്താ കാര്യം? ആ സമയം കൊണ്ട് ഭഗവാന്റെ നാമം ജപിച്ചാൽ ആ നാവിനെ ശരിക്കുള്ള അതിന്റെ ഉപയോഗം വരത്തില്ലേ? നല്ല കാര്യങ്ങളാ ചെയ്യുന്ന അദ്ദേഹം, അതിനൊന്നും യാതൊരു ഇതൊന്നുമില്ല, ഇതൊക്കെയുണ്ട്. പക്ഷെ ഈ ചെയ്യുന്നത് എനിക്ക് ഒരു അപ്പീലായിട്ട് തോന്നിയിട്ടില്ല. അവനവന് ഭഗവാൻ നല്ല നാവ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ട് മറ്റുള്ളവർക്ക് ഇത് ചെയ്തു കൊടുക്കുക. കുറച്ച് ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അദ്ദേഹം നല്ല ജീവിതം നയിക്കുന്നൊക്കെ. പക്ഷെ ആ ഭഗവാൻ തന്ന ആ ഒരു ഫാക്കൽറ്റി നമ്മൾ അത് ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നെന്താ കാര്യം? ഓക്കെ, ഞാൻ ഒരാളെ കുറ്റപ്പെടുത്തല്ല, എനിക്ക് തോന്നിയത് പറയാണ്. ഒരാളെ ഞാൻ പേരും കാര്യങ്ങളൊന്നും പറയുന്നില്ല, എങ്കിലും എനിക്ക് ഒരാളെ അറിയാം, അങ്ങനത്തെ ഒരാളെ. മലയാളിയാണ്. മലയാളിയോ? കുറെ കാലമായിട്ട് അങ്ങനെ മൗനവ്രതത്തിലാണ്. അപ്പൊ എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ എഴുതി കൊടുക്കും. അപ്പൊ എനിക്കത് അപ്പീലാവുന്നില്ല. അദ്ദേഹം നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കുറച്ച് എന്താ പറയാ ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, സ്പിരിച്വൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇറ്റ്സ് ഡിഫറെന്റ് ഫിലോസഫി, ഡിഫറെന്റ് തോട്ട് പ്രോസസ്സും കാര്യങ്ങളൊക്കെയാണ്.
എനിവേ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ സൈലന്റ് എന്ന് പറഞ്ഞാൽ not talking nonsensical things. That's silence. So you should use this tongue, this faculty to glorify the Supreme Lord, to chant His holy name, and to instruct others what is good, what is bad. So silent means that one should not speak nonsense. One should speak only of essentials, and the most essential speech for the devotee is to speak for the sake of the Supreme Lord. ഭഗവാന്റെ കാര്യങ്ങളെ പറ്റി പറയും. അനുദ്വേദകരം വാക്യം സത്യം പ്രിയം ഇതം ചെയ്യത് സ്വാധ്യാഭ്യായനം സ്വാധ്യായാഭ്യാസനം ചെയ്യുക വാൻ മയം തവ ഉച്ചതി അല്ലേ. അതായത് ഫാക്കൽറ്റി ഓഫ് സ്പീച്ച്, ദ അർജ് ഓഫ് സ്പീച്ച് എങ്ങനെ ഉപയോഗിക്കുന്ന പറയുന്നത് സത്യം പ്രിയം ഹിതം ആയിരിക്കണം. നമ്മള് പറയുന്നത് സത്യമായിരിക്കണം, പ്ലീസിങ് ഹിതമായിരിക്കണം. സത്യം പ്രൂയാൽ പ്രിയം പ്രൂയാൽ പ്രൂയാൽ സത്യം അപ്രിയം. പിന്നെ നമ്മള് സ്വാധ്യായാഭ്യാസനം ചെയ്യണം. അതായത് ഭഗവത്ഗീത, ഭാഗവതം എന്നുള്ള കാര്യങ്ങൾ വായിക്കണം. അതാണ് നമ്മൾ വേണ്ടത്. Okay, so a devotee is happy in all conditions. Sometimes he may get very palatable foodstuff, sometimes not, but he is satisfied. Nor does he care for any residential facility. ഈ ബാബാജിമാരൊക്കെ ഒരിക്കൽ അവർക്കൊന്നും ഉണ്ടായിരുന്നില്ല. അവർ ഓരോ വൃക്ഷത്തിന്റെ അടിയിലായിരുന്നു. ഒരു വൃക്ഷത്തിന്റെ അടിയിൽ ഒരു ദിവസം, പിന്നെ വേറൊരു വൃക്ഷത്തിന്റെ അടിയിൽ വേറെ ദിവസം, അങ്ങനെ ആയിരുന്നു. അപ്പൊ അവർക്ക് അങ്ങനെ ഒന്നുമില്ല. ഒരു ഭജൻ കുടി ഉണ്ടായിരിക്കും, ഭജൻ ചെയ്യാൻ വേണ്ടി മാത്രം. അങ്ങനെ താമസിക്കാൻ എവിടെയെങ്കിലും താമസിക്കും. അങ്ങനെ ഒരു ഫിക്സ് റെസിഡൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല അവർക്ക്. He may sometimes live underneath the tree, and he may sometimes live in a very palatial building. He is attracted to neither. പ്രഭുപാദ മായപ്പൂരിലെ സ്ഥലം പിടിച്ചപ്പോ ആദ്യം ഉണ്ടാക്കിയത് ഒരു ചെറിയൊരു ഹട്ട് എന്നുള്ളെല്ലാം കണ്ടിട്ടുണ്ടോ? പ്രഭുപാദരെ അതെ കുടീര്, 24 hours ഭജന നടക്കുന്ന കുടീര്, അതാണ് ഉണ്ടാക്കിയത്. പിന്നെ മായപ്പൂര് പോയപ്പോ കണ്ടില്ലേ? അതന്നെ, അതെ, മായപ്പൂര്. അപ്പൊ പ്രഭുപാദ അവിടെ താമസിച്ചിരുന്നു. പ്രഭുപാദ അവിടെ താമസിക്കാൻ കൊടുത്തതിന് ശരി പാലഷ്യൽ ഈസ് ഇക്യുപോയ്സ്, എവിടെയാലും അദ്ദേഹത്തിന് യാതൊരു കുഴപ്പമില്ല. പക്ഷെ അദ്ദേഹം വലിയ ബിൽഡിങ്സും വലിയ ഫെസിലിറ്റീസും ഉണ്ടാക്കി. അപ്പോ എന്താണ് ഡിവോട്ടി ചോദിച്ചു, നമുക്ക് ഇങ്ങനത്തെ പോരെ? പറയില്ല, ഞാനിവിടെ താമസിക്കും. ഓക്കെ, എന്റെ ഡിസൈപ്പിൾസ് തന്നെ ഈ തത്വം മനസ്സിലാക്കിയ ആൾക്കാരും താമസിക്കാറ്. പക്ഷെ എത്രയോ ആൾക്കാർ പുറമേ നിന്ന് വരും, അവർക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല. അവർക്ക് നല്ല ഫെസിലിറ്റീസ് കൊടുത്തില്ലെങ്കിൽ അവർ വരില്ല അവിടെ. ഓക്കെ, അപ്പോ നല്ല ഇന്റർനാഷണൽ ഒരു 5 star ഫെസിലിറ്റി കൊടുത്താലാണ് ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഗോർജിയസ് ബിൽഡിങ്ങും ഗോർജിയസ് ടെമ്പിളും ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ കൂടുതൽ ആൾക്കാരെ അട്രാക്ട് ചെയ്ത് പിന്നെ അവർ ഇവിടെ വന്ന് താമസിച്ച് അതിന്റെ തത്വമൊക്കെ മനസ്സിലാക്കിയിട്ട് then they will become pure devotee. അല്ലെങ്കിൽ നമ്മൾ അതിനൊരു ഫെസിലിറ്റി ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ ഒരു വെറും ഹട്ടാണെങ്കിൽ ആരെങ്കിലും അട്രാക്ട് ചെയ്യാൻ പറ്റുമോ? ആരും വരില്ല, ഒരാളും വരില്ല. അപ്പൊ അതാണ് അതിന്റെ പിന്നിലുള്ളത്. So not does he care for any residential facility. He may sometimes live underneath a tree, and he may sometimes live in a very palatial building. He is attracted to neither. He is called fixed because he is fixed in his determination and knowledge. We may find some repetition in the description of the qualification of a devotee, but this is just to emphasize the fact that the devotee must acquire all these qualifications. അപ്പോൾ ഈ പറയുന്ന ശ്ലോകങ്ങളിലെ ചില കാര്യങ്ങളിലൊക്കെ റിപ്പീറ്റേഷൻ ഉണ്ടാവാം എന്ന് പ്രഭുപാദ പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ അത് വീണ്ടും അതിനൊരു എംഫസൈസ് കൊടുക്കാൻ വേണ്ടി, സ്ട്രെസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നത്. അതായത് ഈ ഡിവോട്ടി ഈ ക്വാളിഫിക്കേഷൻസ് ഉള്ള ആൾക്കാരായിരിക്കണം. Without good qualifications, one cannot be a pure devotee. Harau abhaktasya kudo mahat gunaha. One who is not a devotee has no good qualification. One who wants to be recognized as a devotee should develop the good qualification. Of course, he does not extraneously endeavor to acquire this qualification, but engagement in Krishna consciousness and devotional service automatically helps him to develop them. എന്താണ് പറയുന്നത് വെച്ചാൽ നമ്മുടെ ഇതിന് പ്രത്യേകമായിട്ട് നമ്മുടെ ഇതിന് പ്രയാസം എടുക്കേണ്ട കാര്യമില്ല. നമ്മൾ കൃഷ്ണ കോൺഷ്യസ് ആക്ടിവിറ്റീസിൽ ഏർപ്പെടുമ്പോൾ തന്നെ പതുക്കെ ഈ ഗുണങ്ങളെല്ലാം നമ്മളിൽ വന്നു ചേരും. ഇതൊക്കെ ബൈ പ്രൊഡക്റ്റ് ആണ്. നമ്മളൊരു നല്ല ഡിവോട്ടി ആവുമ്പോൾ ഇതെല്ലാം ഈ ഗുണങ്ങളെല്ലാം നമ്മളുടെ ഓട്ടോമാറ്റിക്കലായിട്ട് വന്ന് ചേരും.
ഇതിനു വേണ്ടിയിട്ട് ഓക്കെ എനിക്ക് ഏനോ സന്തോഷത്തിലും സങ്കടത്തിലും ഒരേപോലെ ഈക്വൽ നിൽക്കണം എന്നുള്ള അതിനുവേണ്ടി പ്രയത്നിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നമ്മളൊരു പിയർ ഡിവോട്ടി ആവുമ്പോൾ തീർച്ചയായിട്ടും ഭഗവാന്റെയും ഗുരുജനങ്ങളുടെയും ആ അനുഗ്രഹം കാരണം നമുക്ക് ഇതെല്ലാം ഈ തലത്തിലേക്ക് വന്നെത്തിപ്പെടാൻ പറ്റും എന്നാണ് പറയുന്നത്. നോ സ്പെഷ്യൽ എക്സ്റ്റേണസ് എൻഡവർ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. So any points or any comments? അതില് ജഡഭരതന്റെ ഇതിൽ അതല്ലേ പറയുന്നു പ്രഭു, ജഡഭരതനെ കാളിദേവി ബലിയർപ്പിക്കുമ്പോ ഈവൻ കാളിദേവി പോലും അവിടെ നിന്ന് വന്ന് ഡിവോട്ടിനെ രക്ഷിച്ചു എന്ന്. അപ്പൊ ജഡഭരതന് ഒരു ഉദാഹരണം കാരണം വെച്ചാൽ he was just like dumb person. He did not react to any situation. ഒരു സിറ്റുവേഷനും റിയാക്ട് ചെയ്തില്ല, ന്യൂട്രൽ ആയിട്ടൊന്നും. കൊല്ലാൻ കൊണ്ടേക്കോ, അതും ഭഗവാൻ ഇച്ഛ. ഓക്കെ, ഭക്ഷണം തന്നാൽ അതും കഴിക്കും, ഇല്ലെങ്കിൽ അതും കഴിക്കില്ല. സോ ദാറ്റ് വാസ് ആൻ ഇമ്പോർട്ടൻറ്റ്. നമുക്ക് വേറൊരു കാര്യം ഇതിൽ നമ്മൾ മനസ്സിലാക്കുക, നമുക്ക് ജഡഭരതനായിട്ട് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് അർജുനായിട്ട് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റില്ല, ഈ ഷഡ്ഗോസ്വാമിയായിട്ട് ഇമിറ്റേറ്റ്. പക്ഷെ ചില ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ട് നമുക്ക്, നമ്മൾ എങ്ങനെ ജീവിക്കണം, നമ്മുടെ തലത്തിലുള്ള ആൾക്കാരെ എങ്ങനെ ജീവിക്കണം എന്നുള്ള അത് മാത്രം ഫോളോ ചെയ്താൽ മതി. ബാക്കി ഭഗവാൻ നോക്കിക്കോളും. അല്ലാണ്ട് നമ്മൾ ഇവരെ പോലെ ആവാൻ വേണ്ടിയിട്ട് അതാവാൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മിനിമം ചില ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ട്. അത് ഭഗവാൻ ഭഗവത്ഗീതയിലും ഭാഗവത്തിലും, പിന്നെ അതിനെ ആചാര്യന്മാര് വളരെ ലളിതമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്താ ചെയ്യേണ്ടത്. ഇന്നത് നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി, ബാക്കിയുള്ളതെല്ലാം ഭഗവാന്റെ കൃപ. നമുക്ക് അത്രേ ചെയ്യേണ്ടുള്ളൂ. നമ്മൾ ഒരാളെയും ഇമിറ്റേറ്റ് ചെയ്യാൻ പോകാൻ പറ്റില്ല. ഓരോരുത്തരും യൂണിക്കാണ്, എന്നെ പോലെ വേറെ ഒരാള്, രണ്ടാമതൊരു ആള് ഇല്ല ഈ ഭൂലോകത്തിൽ, ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാവില്ല. അതേപോലെ ഓരോരുത്തരും യൂണിക്കാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ മറ്റൊരാളായിട്ട് നടിക്കാനോ ഭാവിക്കാനോ നടക്കില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, എന്റെ ഈ ഇപ്പോഴത്തെ പരിസ്ഥിതിയില്, ഈ കലികാലത്തില് ഞാൻ എന്ത് ചെയ്യണം, എനിക്ക് ഇവിടുന്ന് മുക്തി കിട്ടാൻ വേണ്ടിയിട്ട്. അത് നമ്മുടെ ഗുരു സാധു ശാസ്ത്ര പറഞ്ഞു തന്നിട്ടുണ്ട്, അത്രയും ചെയ്താൽ മതി. പക്ഷെ ഇതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം, ഇതാണ് അതിന്റെ കാര്യങ്ങളെന്ന്. അതിനു വേണ്ടിയിട്ടാണ് ഭഗവത്ഗീതയില് അർജുനൻ മുഖേന ഇതെല്ലാം നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. നല്ലൊരു എക്സാമ്പിൾ ജഡഭരതൻ മാതാജി. വെരി ഗുഡ്. വേറെന്തെങ്കിലും? Any points? നമ്മൾ വിട്ടുപോയ വല്ല പോയിന്റ്സ് ഉണ്ടോ, അല്ലെങ്കിൽ ആഡ് ചെയ്യാണ്ടോ വല്ലതും? ശരിക്കും ഡിവോട്ടിയുടെ ഈ ക്വാളിറ്റീസ് കുട്ടികൾക്ക് ചെറുപ്പത്തിലേ ക്ലാസ് എടുത്തു കൊടുക്കണല്ലേ പ്രഭു. അവരിപ്പോഴേ ഇതൊക്കെ പഠിച്ചാലല്ലേ കൗമാരം ആചരേത് പ്രാജ്ഞു. എന്താ പ്രഭു? കൗമാരം ആചരേത് പ്രാജ്ഞു. പ്രഹ്ലാദ് മാതാ പറഞ്ഞിട്ടുണ്ടല്ലോ, കൗമാരത്തിൽ തന്നെ ഈ ഇതെല്ലാം പഠിപ്പിച്ചു കൊടുത്താൽ ഈസിയാണ്. നമ്മളെ പറഞ്ഞ എന്നെ പോലുള്ളവർക്ക് ബുദ്ധിമുട്ട്. കാരണം നമ്മളൊക്കെ വളരെ ലേറ്റ് ആയിട്ട് തുടങ്ങിയ ആൾക്കാരാണ്, ഞാൻ എസ്പെഷ്യലി. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ചുട്ടയിലെ ശീലം ചുരുളവരെ എന്ന് പറയുന്ന പോലെ നമ്മുടെ ചെറുപ്പത്തിൽ പ്രാക്ടീസ് ചെയ്താൽ വളരെ ഈസി ആയിരിക്കും. ആ ചെറുപ്പകാലത്ത് നമ്മളെ മോൾഡ് ചെയ്തെടുക്കാൻ വളരെ ഈസിയാണ്. ഇതിപ്പോ 10-40 വയസ്സിലൊക്കെ കയറി വന്ന ഞാൻ, തലയിൽ ഒരുപാട് അനർത്ഥങ്ങളാണ്, അതിനെല്ലാം കളഞ്ഞിട്ട് വേണം നല്ലത് നിറയ്ക്കാനേ. അപ്പൊ അത് ബുദ്ധിമുട്ടാണ്, സമയമെടുക്കും. ഇറ്റ് ടേക്സ് ടൈം. മാതാജി പ്രഭു നല്ല തമാശ. 18 വയസ്സാകുമ്പോഴേക്ക് ഒരു ഫുൾ മാൻ ആയി കഴിഞ്ഞു. അതിന്മേൽ കൊണ്ട് വളം വെക്കുമ്പോ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ കുട്ടികളെ, അതായത് കൃഷ്ണ കോൺഷ്യസ് പേരൻസിന്റെ ഇപ്പോഴത്തെ കുട്ടികളെ അത് ശരിക്കും കണ്ടു വളർന്ന്, അതായത് ശരിക്കും പ്രാക്ടീസ് ചെയ്യുന്ന കൃഷ്ണ കോൺഷ്യസ് പേരൻസിന്റെ കുട്ടികൾക്ക് ഈസിയാണ്. കാരണം അവര് ഇത് ചെറുപ്പം മുതൽക്കേ ഇത് കണ്ട് വളരുന്നത്. നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ പറഞ്ഞ പോരാ, നമ്മൾ വെറും ഫിലോസഫി പറഞ്ഞ പോരാ, നമ്മളത് ശരിക്കും ഇംപ്ലിമെന്റ് ചെയ്ത് നമ്മൾ ജീവിക്കണം. എന്നാൽ മാത്രമേ അവർ അത് ചെയ്യുള്ളൂ. കുറച്ച് അവർ കോളേജിലൊക്കെ പോയാൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും, പക്ഷെ അവരുടെ ആ ഫൗണ്ടേഷൻ ഉണ്ട് അവർക്ക്. അതുകൊണ്ട് അവരും എവിടേക്കും വ്യതിചലിക്കില്ല. അതുകൊണ്ട് കുട്ടിക്കാലം മുതൽക്കേ നമ്മളെങ്ങനെ വീട്ടിൽ പെരുമാറുന്നുവോ,
നമ്മൾ എന്താണ് ചെയ്യുന്നത്, എന്താണ് പറയുന്നത്, എന്താണ് കാണുന്നത്, ആരായിട്ടാണ് സഹവസിക്കുന്നത്, ഇതെല്ലാം അവർ നോട്ട് ചെയ്യും. നമ്മൾ വിചാരിക്കും കുട്ടികളൊന്നും ശ്രദ്ധിക്കുന്നില്ല. അവര് ശ്രദ്ധിക്കുന്ന പോലെ, അവരെ അബ്സോർബ് ചെയ്യുന്ന പോലെ ഒരാളും ചെയ്യില്ല. വളരെ വളരെ ശ്രദ്ധിക്കണം നമ്മൾ വീട്ടിൽ പെരുമാറുമ്പോൾ. നമ്മൾ എന്താണ് ചെയ്യുന്നത്, എന്ത് സംസാരിക്കുന്നു, എന്ത് വായിക്കുന്നു, ആരായിട്ട് സഹവസിക്കുന്നു, ഇതെല്ലാം അവർ നോക്കും. അതാണ് അവർ കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമ്മൾ നന്നായിട്ട് ജീവിച്ചാൽ, കൃഷ്ണ കോൺഷ്യസ് പേരൻസ് ആയിട്ട് ജീവിച്ചാൽ, തീർച്ചയായിട്ടും ചെറുപ്പം മുതൽക്കേ അവർക്ക് ഇത് കിട്ടും. ഈ ഫൗണ്ടേഷൻ ഇല്ലാത്ത ഒരു ബിൽഡിങ്ങില് കുറെ നമ്മൾ നിലകൾ കയറ്റിയാൽ കുറച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഒരു കാറ്റ് വന്നാൽ മുഴുവൻ വീഴും. പക്ഷെ ഫൗണ്ടേഷൻ ഇതാണെങ്കിലോ അത്ര പെട്ടെന്ന് ഇതാവില്ല. അപ്പൊ അത് എപ്പോഴും അതിനെ താങ്ങി നിർത്താനുള്ള ആ ശക്തി ഫൗണ്ടേഷനുണ്ട്. ഫൗണ്ടേഷനെ ഇല്ലെങ്കിൽ, സ്ട്രോങ് അല്ലെങ്കിൽ പിന്നെ എങ്ങനെ മുകളിലത്തെ നിലകൾ നിൽക്കുക? അപ്പൊ കുട്ടികൾക്ക് ആ ഫൗണ്ടേഷൻ കൊടുക്കണം. നമ്മൾ വീട്ടിൽ നന്നായിട്ട് പെരുമാറണം. നമ്മുടെ കാര്യങ്ങൾ എന്ത് സംസാരിക്കുന്നു അത് പ്രവർത്തിക്കുക തന്നെ ചെയ്യണം. അല്ലാണ്ട് നീ ഭഗവത്ഗീത വായിക്കുക, അല്ലെങ്കിൽ പഠിക്കുക, അല്ലെങ്കിൽ ശ്ലോകം പഠിക്കുക, ഞാൻ ഇവിടെ സിനിമ കാണുക, നടക്കുവോ? മക്കളോട് പറയാണ്, പോയിട്ട് ഭഗവത്ഗീത വായിക്കുക, ശ്ലോകങ്ങൾ പഠിക്കുക, എന്നിട്ട് ഞാൻ ചെന്നിട്ട് സിനിമ കണ്ടുകൊണ്ടിരിക്കുക. നടക്കില്ല. അവര് നിർബന്ധിച്ചാൽ ചിലപ്പോൾ പേടിച്ചിട്ട് ചെയ്യുമായിരിക്കാം, പക്ഷേ അവരത് ഉൾക്കൊണ്ടിട്ടായിരിക്കില്ല ചെയ്യുന്നത്, പേടിച്ചിട്ടായിരിക്കും. നമ്മൾ എന്താണോ ചെയ്യുന്നത് അതാണ് അവരും കണ്ടുപിടിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ അങ്ങനത്തെ ഒരു എൻവയോൺമെന്റ്, ഒരു കൺഡ്യൂസീവ് അറ്റ്മോസ്ഫിയർ നമ്മുടെ വീട്ടിലുണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ അവരും നല്ല രീതിയിൽ വരുള്ളൂ. അപ്പൊ ഞാൻ അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന പേരൻസിന്റെ, കൃഷ്ണ കോൺഷ്യസ് അല്ലെങ്കിൽ ഡിവോഷണൽ സർവീസ് പ്രാക്ടീസ് ചെയ്യുന്ന പേരൻസിന്റെ കുട്ടികളായിട്ട് ജനിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യം തന്നെയാണ്. ടെക്സ്റ്റ് 20 ഇത് അവസാനത്തെ ശ്ലോകമാണ് ഈ ചാപ്റ്ററിലത്തെ. ഏതു ധർമാമൃതം ഇതം യഥോക്തം പര്യുപാസതേ ശ്രദ്ധദാനാമത് പരമ ഭക്താസ്തേ അതീവ മേ പ്രിയ. സ്മിത മാതാജി ആൻഡ് മോദിനി മാതാജി. ഏതു ധർമാമൃതം ഇദം യഥോക്തം പര്യുപാസതേ ശ്രദ്ധദാനാമത് പരമ ഭക്താസ്തേ അതീവ മേ പ്രിയ. Those who follow this imperishable path of devotional service and who completely engage themselves with faith, making me the supreme goal, are very, very dear to me. അവിടെ കണ്ടോ, വെരി രണ്ടു പ്രാവശ്യമായി. അതീവമേ പ്രിയ. ഓക്കെ, മറ്റതൊക്കെ പ്രിയ എന്നല്ല, ഇവിടെ അതീവമേ, വെരി വെരി ഡിയർ ടു മീ. ആരാണ് വെരി വെരി ഡിയർ? Those who follow this imperishable path of devotional service. ഓക്കെ, ഡിവോഷണൽ സർവീസ് ഒരിക്കലും നിശ്ചയില്ല, അതാണ് ഇവിടെ ഇംപെരിഷബിൾ പാത്ത്. ആൻഡ് ഹു കംപ്ലീറ്റ്ലി എൻഗേജ് ദംസെൽഫ് വിത്ത് ഫെയ്ത്ത്, മേക്കിംഗ് മീ ദ സുപ്രീം ഗോൾ, ആർ വെരി വെരി ഡിയർ ടു മീ. അപ്പോ ഭഗവാൻ കൃഷ്ണനെ, അതായത് പ്രത്യേകം മേക്കിംഗ് മീ, ആരാണ്? കൃഷ്ണനെ സുപ്രീം ഗോൾ ആയിട്ട്, അങ്ങനത്തെ ആൾക്കാരാണ് വളരെ വളരെ വേണ്ടപ്പെട്ടവൻ, ഭക്തൻ എന്നാണ് പറയുന്നത്. മറ്റേ ശ്ലോകം നോക്കിയിട്ടുണ്ടാവും. ഓക്കെ, നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്. ഭക്തിമാൻ മേ പ്രിയോ നരഹ, എല്ലാം പ്രിയോ. ഇവിടെ ഈ അവസാനത്തിൽ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് ഭക്താസ്തേ അതീവ മേ പ്രിയ, ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടവൻ എന്നാണ് പറയുന്നത്. സോ ഇൻ ദിസ് ചാപ്റ്റർ ഫ്രം വേഴ്സ് 2 through the end, from Mayavesha Manoyema, fixing the mind on me, through Yetu Dharmamridam Idam, this religion of eternal engagement, the Supreme Lord has explained the process of transcendental service for approaching him. അപ്പൊ രണ്ടാമത്തെ ശ്ലോകം മുതൽ 20ാമത്തെ, ഓക്കെ, എന്താണ് ആദ്യത്തെ ശ്ലോകം? അർജുന ഉവാച ഏവം സതതയുക്തായേ ഭക്താസ്ത്വം പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം മാമ്യമം. ഓക്കെ, അപ്പൊ ഏതാണ് ഏറ്റവും ഇതാന്ന് ചോദിക്കുന്നത് അല്ലെ, ഏത് പ്രോസസ്സാണ് ബെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ശ്രീ ഭഗവാൻ വാച്ച മയ്യാവേശ മനോയമാം നിത്യയുക്ത ഉപാസതേ ശ്രദ്ധവാൻ പരയോപേത തേമേ മുക്ത തമാമത. ആ രണ്ടാമത്തെ ശ്ലോകം മുതൽ ഇപ്പോഴത്തെ 20ാമത്തെ ശ്ലോകം വരെ എന്താണ് ഭഗവാൻ പറയുന്നത്? അതായത് അതാണ് ട്രാൻസെൻഡൽ പ്രോസസ് ഓഫ് ട്രാൻസെൻഡൽ സർവീസ് ടു അപ്രോച്ച്. ഭഗവാനെ പ്രീതിപ്പെടുത്താനും ഭഗവാന്റെ അടുത്ത് പോകാനും എത്താനുള്ള ഡിവോഷണൽ സർവീസാണ് ഇതിൽ വിവരിച്ചു തന്നിരിക്കുന്നത്. ഓക്കെ, അതിൽ എസ്പെഷ്യലി 8, 9, 10, 11 ഓക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
വളരെ ഇമ്പോർട്ടന്റ്. 8, 9, 10, 11. പിന്നെ 2, 3, 4, 5 ഇതൊക്കെ വളരെ ക്ലിയർ ആയിട്ട് ഭഗവാനെ തന്നെ പ്രാർത്ഥിക്കണം. ബാക്കിയുള്ളത് ഇംപേഴ്സൺ ആയിട്ടുള്ള ഭഗവാന്റെ പാർഷ്യൽ ആസ്പെക്ടിന് അത് വളരെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഇതാണെന്ന് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് അല്ലേ? അത് ബുദ്ധിമുട്ടാണെന്നേ പറയുന്നുള്ളൂ പ്രഭു. അല്ല, അത് ഭഗവത്ഗീതയില് അത് ബുദ്ധിമുട്ടാണ്, സാധാരണക്കാർക്ക് ഫോളോ ചെയ്യാൻ പറ്റാത്തതാണ്. വളരെ അവിടെ നോക്കൂ, ഞാൻ പറഞ്ഞുതരാം. ഇതാണോ ഇവിടെ പറഞ്ഞുതരാം. എവിടെയാണ്? ക്ലേശോധികതരസ്തേഷാം അവ്യക്താസക്ത ചേതസാം അവ്യക്തഹീഗതിർ ദുഃഖം ദേഹവാപ്തിർ വാപ്യതേ. അതായത് for those whose minds are attached to the unmanifested impersonal feature of the Supreme, advancement is very troublesome. Not troublesome, very troublesome. To make progress in that discipline is always difficult for those who are embodied. നമ്മളെല്ലാം embodied ആണ്. അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്ക് ഈ ഡിവോഷണൽ സർവീസ്, അതായത് ഭഗവാന്റെ കാര്യങ്ങളുടെ ഒരു പ്രോഗ്രസ് വേണമെങ്കിൽ വളരെ വളരെ ബുദ്ധിമുട്ട്. ക്ലേശം അധികത എന്ന് പറഞ്ഞത്, അധികം എന്ന് പറഞ്ഞത് ജസ്റ്റ് ക്ലേശമല്ല. ഇതിൽ പറഞ്ഞ പോലെ അവസാനത്തെ അതീവ പ്രിയ, ഏറ്റവും നല്ല. അതേപോലെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളതാണ് എംബോഡിഡ് ആയിട്ടുള്ള, അതായത് ശരീരം സ്വീകരിച്ചിട്ടുള്ള നമുക്ക് ഭഗവാന്റെ ഇമ്പേഴ്സണൽ ഫീച്ചറിൽ ധ്യാനിച്ചിട്ട് നമുക്ക് ആ ഗോൾ അച്ചീവ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അതും വളരെ ഇതായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ് ഏറ്റവും നല്ലത്? ഫിക്സിങ് മൈൻഡ് അപ്പോൺ ഹിം, then renouncing the fruits, okay, then doing what you call the social other social activities. അപ്പൊ അതിലൊക്കെ ഏറ്റവും നല്ലത് ഏതാണ്? ഈ 4-5 ശ്ലോകത്തിൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഡിവോട്ടീസിന്റെ ക്വാളിറ്റീസ് ഒരു 36 ക്വാളിറ്റീസ് ആണ്. അങ്ങനത്തെ ഈ ക്വാളിറ്റീസുള്ള ഭക്തന്മാരാണ് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്തന്മാര് എന്ന് പറയുന്നു. നമുക്കിതൊരു പർപ്പോട്ട് വായിക്കാം. Okay. In this chapter, from verse 2 through the end, from Mayavesha Manoyamam, fixing the mind on me, through Yetu Dharmamridam Idam, this religion of eternal engagement, Supreme Lord has explained the processes of transcendent service for approaching Him. Such processes are very dear to the Lord, and He accepts a person engaged in them. The question of who is better, one who is engaged in the path of impersonal Brahman, or one who is engaged in the personal service of Supreme Personality of God, was raised by Arjuna. ഇതാണ് അർജുനൻ ചോദിച്ചത്, ആരാണ് ബെറ്റർ? അതായത് ഭഗവാന്റെ അവ്യക്തമായിട്ടുള്ള ആ ഒരു ആസ്പെക്ടിനെ പ്രാർത്ഥിക്കുന്നതോ അതോ ഭഗവാന്റെ രൂപത്തെ ആണ് ക്വസ്റ്റ്യൻ. And the Lord replied to him so explicitly that there is no doubt that devotional service to the personality of Godhead is the best of all processes of spiritual realization. അപ്പൊ അതിലൊരു സംശയമില്ല. അതായത് ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുന്ന ഒരു ആ പ്രോസസ്സാണ് ഏറ്റവും നല്ല പ്രോസസ് എന്ന് പറയുന്നത്. In other words, in this chapter it is decided that through good association one develops attachment for pure devotional service and thereby accepts a bona fide spiritual master, and from him begins to hear and chant and observe the regulatory principles of devotional service with faith, attachment and devotion, and thus becomes engaged in the transcendental service of the Lord. This path is recommended in this chapter. Therefore, there is no doubt that devotional service is the only absolute path for self-realization, for the attainment of the Supreme Personality of God. So this is the absolute path. Other paths are incomplete path. The impersonal conception of the Supreme Truth as described in this chapter is recommended only up to the time one surrenders himself for self-realization. In other words, as long as one does not have the chance to associate with a pure devotee, the impersonal conception may be beneficial. അതായത് ഒരു ഭക്തനായിട്ട് സംഘം ചെയ്യാൻ പറ്റാത്ത ആ സാഹചര്യം വരെ impersonal path is okay. The moment we get a chance to associate with the pure devotee, and then you have to, one has to switch over, one has to take that process. In the impersonal conception of the absolute truth, one works without fruitive result, meditates and cultivates knowledge to understand spirit and matter.
This is necessary as long as one is not in the association of a pure devotee. അപ്പോൾ നമ്മള് ഒരു സത്സംഗം saintly personality സംഘം കിട്ടുന്നവന് that's okay. Fortunately, if one develops directly that a desire to engage in Krishna consciousness in pure devotional service, he does not need to undergo step-by-step improvements in spiritualism. അപ്പോൾ നമുക്ക് ആ സത്സംഗം, അതായത് മഹത് വ്യക്തികളുടെ സത്സംഗം, മഹാത്മാക്കളുടെ സത്സംഗം കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിന്റെ ആവശ്യം വരുന്നില്ല എന്നാണ് പറയുന്നത്. Devotional service, as described in the middle 6 chapters of Bhagavad Gita, is more congenial. One need not bother about materials to keep body and soul together, because by the grace of the Lord, everything is carried out automatically. അപ്പൊ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് സ്പെസിഫിക്കലി ശ്രമിക്കേണ്ട ആവശ്യമില്ല, പരിശ്രമിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഡിവോഷണൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെടുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് വേണ്ടുന്ന, അതായത് നമ്മളുടെ ശരീരവും ആത്മാവിനും ഒരുമിച്ച് വെക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ അവസരങ്ങളും ഭഗവാൻ നൽകും. നമ്മൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ കുറെ നല്ല നല്ല ബ്രഹ്മചാരികളുണ്ട്, ഏനോ നമ്മളുടെ മൂവ്മെന്റിലും മറ്റുള്ള മൂവ്മെന്റ്സിലും ഒക്കെ ഉണ്ട്. ഓക്കെ, ഇവരെല്ലാം എന്താ ജോലി ചെയ്തിട്ടാണോ? അവരെ കാര്യങ്ങൾ നടക്കുന്നില്ലേ? എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. അവർക്ക് എന്ത് വേണം, എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്, അല്ലേ? അവരൊന്നും ജോലി ചെയ്തിട്ട് എന്താ പറയാ സമ്പാദ്യമില്ല, ബാങ്ക് അക്കൗണ്ട് ഇല്ല. അവരുടെ എല്ലാ ദൈനംദിന ജീവിതത്തിൽ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും മുറ പോലെ നടക്കുന്നുണ്ട്. കാരണം അവർ ഭഗവാനെ പ്രീതിപ്പെടുത്താനുള്ള ആ ഒരു കാര്യത്തിലാണ് ഏർപ്പെടുന്നത്. അതുകൊണ്ട് ഭഗവാൻ എന്തൊക്കെയാണ് അവർക്ക് ആവശ്യമുണ്ട് അതെല്ലാം. ജഗസാക്ഷി പ്രഭു പറയും ചിലപ്പോ, നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ് ഒരു ബ്രഹ്മചാരി ആവാനാണ് ഏറ്റവും നല്ലത്. ഒരു കുഴപ്പമില്ല, എവിടേക്ക് വേണമെങ്കിൽ ആൾക്കാരെല്ലാവരും വിളിക്കും, നന്നായിട്ട് പ്രസാദം തരും, നല്ല അക്കോമഡേഷൻ തരും, നല്ല എന്താ പറയാ യാത്ര എല്ലാം അവർ വഹിച്ചോളും, നമുക്ക് ചെല്ലേ വേണ്ടു. എല്ലാവർക്കും അതിനാകാൻ പറ്റില്ലല്ലോ, അവർക്ക് അതിനുള്ള ബുദ്ധിയുണ്ട്, വായിക്കുന്നത് അതുപോലെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിവുണ്ട്, കുറെ ക്വാളിറ്റീസ് വരണ്ടേ. അല്ലാതെ ബാക്കിയുള്ളൊരു ബ്രഹ്മചാരിയുടെ വേഷം കെട്ടിച്ചെന്ന ആൾക്കാർ വേഷം കെട്ടി നടക്കില്ല. അത് from the core of our heart we should be a brahmachari and we should behave like that, a brahmachari. Then everybody respects സന്യാസിമാരെയും ബ്രഹ്മചാരികളും എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള ഡ്യൂ റെസ്പെക്ട് കൊടുക്കും. അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കലി എല്ലാം ഗൃഹസ്ഥന്മാരും മറ്റുള്ളവർ ചെയ്തു കൊടുക്കാൻ തയ്യാറാണ്. ഇവിടെ വരും, ഇവിടെ വരും, എന്റെ വീട്ടിൽ വരും, എന്റെ വീട്ടിൽ വരും, ഇവിടെ താമസിക്കുന്നു, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ്, അല്ലെ? ഗുരു മഹാരാജ് വരെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വേണം, എല്ലാവരും വീട്ടിൽ താമസിക്കണം, നടക്കില്ല. സോ അങ്ങനത്തെ, അതായത് ടോട്ടലി റിനൗൺസ്ഡ് ആണ് അവരൊക്കെ, അവർക്ക് പ്യൂർ ഡിവോട്ടീസ് ആണ്. അപ്പൊ അവരെന്താ ജോലി ചെയ്തിട്ടാണ് എല്ലാ കാര്യങ്ങളും നടക്കും, ഒരു കാര്യം. പക്ഷെ അതിന് അവർക്ക് അറ്റാച്ച്മെന്റ് ഉണ്ടോ? ഇല്ല. ഇപ്പൊ പ്രഭുപാദ 40 റുപ്പീസ് ആയിട്ടാണ് പോയത്. ഓക്കെ, അതായത് അദ്ദേഹം ഈ മോഡൽ വേർഡ് ഇട്ട സമയത്ത് അദ്ദേഹത്തിന്റെ 108 ടെമ്പിൾസ്, എത്ര ഡിവോട്ടീസ്, എന്ത് വേണമെങ്കിൽ അദ്ദേഹത്തിന് മെറ്റീരിയൽ വേണം, എന്ത് വേണമെങ്കിൽ സാധിക്കാം. പക്ഷെ അദ്ദേഹത്തിന് വാസ് ടോട്ടലി ഡിറ്റാച്ച്ഡ്. ബട്ട് ഹി വാസ് എ ബില്യനയർ ഇൻ ടേംസ് ഓഫ് ഹിസ് പ്രോപ്പർട്ടീസ് ആൻഡ് അതർ തിങ്സ്. ടെമ്പിൾസും വാട്ട് യു കോൾ ഫാം കമ്മ്യൂണിറ്റിയും ഹോട്ടൽസും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനും എല്ലാം കൂടി നോക്കുമ്പോൾ everything was his own making. But was he proud? No. He told, അവസാന സമയത്ത് വിൽ ബിക്കം എ ബഞ്ച് ഓഫ് ബോൺസ്, അത് മാത്രമേ ഉണ്ടാവുള്ളൂ. He showed that, really lived like that, കാണിച്ചു കൊടുത്തു. അതുകൊണ്ട് ഇതൊന്നും നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല. എൻ്റെ അതുണ്ട്, ഇതുണ്ട്, വരും പോകും, നമ്മൾ ഇവിടെ ഇട്ട് പോകേണ്ടി വരും. അതുകൊണ്ട് ഡിറ്റാച്ച്ഡ് ആയിട്ട് ഭഗവാനെ പ്ലീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യാം, അത് മാത്രമേ ഉള്ളൂ. എനിവേ, അതൊക്കെ മാതാജി പറഞ്ഞ പോലെ എല്ലാവർക്കും പറ്റിയതല്ല. നമ്മൾക്ക് എന്താണ് പറഞ്ഞത് അത് മാത്രം നമ്മൾ ചെയ്യാം. നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഒരു ബ്രഹ്മചാരിയോ അല്ലെങ്കിൽ അതൊന്നും നടക്കാൻ പറ്റില്ല. പക്ഷെ പറയാ, പക്ഷെ അങ്ങനെ ഒരു ഇൻക്ലിനേഷൻ ഉണ്ടെങ്കിൽ, ഒരാൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ there is nothing like it. അതായത് നമ്മൾ പേടിക്കണ്ടെന്ന് പറയും ചുരുക്കത്തിൽ. അയ്യോ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടാവില്ല, എൻ്റെ അവിടെ അതില്ല, ആരെന്നെ സഹായിക്കും? അപ്പൊ നാരദ മഹർഷി അതല്ലേ മൃഗാരിയോട് പറഞ്ഞത്. മൃഗാരി ചോദിച്ചില്ലേ, ഞാൻ എങ്ങനെ ജീവിക്കും, എന്റെ ഫാമിലി എങ്ങനെ പുലർത്തും? ഞാൻ, അതായത് അദ്ദേഹം വേട്ടയാടിയിട്ടും അങ്ങനെ കാര്യങ്ങൾ കർമ്മങ്ങൾ ചെയ്തിട്ടാണ് ജീവിച്ചിരുന്നത്. പക്ഷെ ഒരു ഡിവോട്ടിയായ ശേഷം പറഞ്ഞില്ലേ നാരദൻ, നീ പേടിക്കണ്ട, നനക്ക് ജീവിക്കാനുള്ള എല്ലാതും നിന്റെ വീട്ടിലെത്തും എന്നാ പറഞ്ഞു.
ഇദ്ദേഹം ഒരു ഡിവോട്ടി ആയപ്പോ അടുത്തുള്ള എല്ലാവരും എന്നും പ്രസാദങ്ങളും പച്ചക്കറികളും ഫലങ്ങളും എല്ലാം കൊണ്ടുകൊടുക്കാണ്. വെറുതെ ഇല്ല, എന്തായാലും ഒരു ജസ്റ്റ് ഡിവോട്ടി ആയിട്ടില്ല. പാപകർമ്മങ്ങളെല്ലാം നിർത്തിയിട്ട് ഒരു നല്ല ജീവിതം നയിക്കാൻ തുടങ്ങിയപ്പോൾ ഓട്ടോമാറ്റിക്കലി എല്ലാ സാധനങ്ങളും ഗ്രെയിൻസും യുനോ വെജിറ്റബിൾസും ഫ്രൂട്ട്സും എല്ലാം അവിടെ എത്താൻ തുടങ്ങി. ഒന്നിനും ഒരു ബുദ്ധിമുട്ടാവില്ല. അതേപോലെ നമ്മളും അതേപോലെ ഒരു നല്ല ഡിവോട്ടി ആണെങ്കിൽ നമ്മളുടെ മെറ്റീരിയൽ ആവശ്യങ്ങളും മെറ്റീരിയലായിട്ട് നമ്മുടെ ബോഡിക്ക് വേണ്ടിയിട്ടുള്ള ആ മെറ്റീരിയൽ ആവശ്യങ്ങളും തന്നെ നടന്നു കിട്ടുന്ന പറയുന്നത്. അത് ഒന്നും പേടിക്കേണ്ടതാണ്. അതാണ് പറയുന്നത്, വൺ നീഡ് നോട്ട് ബോദർ about materials to keep body and soul together, because by the grace of the Lord everything is carried out automatically. Yoga kshemam mahamyam, yoga kshemam mahamyam. So thus end the Bhakti Vedanta. Mataji, ഒരു പ്രീച്ചിങ്ങില് ഞാൻ കേട്ടതാണ് പ്രഭു. അത് ഇതിനോട് സാമ്യം വരുന്ന ഒരു കാര്യം എന്താ വെച്ചാല്, രത്നാകരൻ ആദ്യം കള്ളനൊക്കെ ആയിരുന്നല്ലോ. രത്നാകരനായിരുന്നു അപ്പൊ വാൽമീകി. അപ്പോ സ്പിരിച്വൽ പേഴ്സൺ ആയപ്പോ ജപിച്ച് അദ്ദേഹത്തിന് മഹർഷിയായി കഴിഞ്ഞപ്പോ പിന്നെ രാമനുമായിട്ടാണ് അവരുടെ കണക്ഷൻ വരുന്നത്. സീതയെ ഉപേക്ഷിച്ചപ്പോഴും വാൽമീകിയുടെ ആശ്രമത്തിലാണല്ലോ. ആ ക്വാളിറ്റി വന്നപ്പോഴേക്കും അങ്ങനെയുള്ളവരായിട്ട് ഇതായി. എന്നിട്ട് പിന്നെ അദ്ദേഹം പറഞ്ഞൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ താടകമുള്ള രാമൻ പറയും, അവളെ പേടിച്ചാരും ആ വഴി പോവില്ല, താടക വസിക്കുന്ന ആ പ്രദേശത്ത് കൂടി പോലും പോവില്ല. കാര്യം അവിടെ അത്രയും ബാഡ് എനർജിയാണ്, അതിനകത്ത് പെടാതെ സൂക്ഷിക്കണം എന്ന് പറയും. അപ്പൊ അതുപോലെ ആ ക്വാളിറ്റി വരുമ്പോഴേക്കും അവിടെ വരുന്നത്, ആ ക്വാളിറ്റിയിൽ എത്തുമ്പോ അവിടെ പിന്നെ എന്താണ്, പോസിറ്റീവ് എനർജിയാണ്. പിന്നെ അവിടെ എല്ലാവർക്കും ആ അസോസിയേഷനിൽ ചെല്ലുന്ന എല്ലാവർക്കും അതിന്റെ ഗുണം കിട്ടുകയാണ്. അല്ലാതെ ഉള്ളവരടുത്ത് ആ നെഗറ്റീവ് എനർജിയാണ്, ആ ഏരിയയിലോട്ടേ പോകരുത് എന്നാണ് പറയുന്നത്. അപ്പൊ ശരിക്കും ഇതൊക്കെ സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. good Mataji. So thus end the Bhaktivedanta purports to the 12th chapter of Srimad Bhagavad Gita in the matter of devotional service. അങ്ങനെ നമ്മൾ 12ാമത്തെ അധ്യായവും കഴിഞ്ഞു. വെരി ഗുഡ്. എന്തെങ്കിലും കമന്റ് ഉണ്ടോ? യൂഷ്വലി ചാപ്റ്ററും 15th ചാപ്റ്ററും വായിക്കണം എപ്പോഴും നല്ലതാ പറയൂല്ലേ പ്രഭു? എപ്പോഴും റിവൈസ് എന്താണ് മാതാജി? 15th ചാപ്റ്ററും വായിക്കുന്നത് എപ്പോഴും നല്ലത് പറയും ജയന്തി മാതാജി ഒക്കെ. ആദ്യം പഠിപ്പിച്ചു തന്നത് അതായിരുന്നു ഇസ്കോണിൽ വന്നപ്പോ. ഏത് 15th? ഏത് ചാപ്റ്റർ? 12ഉം 15ഉം. അത് ശരി. 15ാമത്തെ ചാപ്റ്ററിൽ എന്താണ് പ്രത്യേകത? പഠിപ്പിച്ചു തന്നു മാതാജി. 12th ചാപ്റ്ററും 15th ചാപ്റ്ററും ശ്ലോകാസ് ബൈഹാർട്ട് ചെയ്യാൻ പറഞ്ഞു. അത് ശരി. ഊർധ്വമൂലാമധ ശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം ചന്ദാംസി യസ്യ വർണ്ണാനി ഹസ്തം വേദസ വേദവേദ്. അത് 15ാമത്തെ ആദ്യം. അത് ചോർദ്ധം പ്രസദാതസ്യ ശാഖ ഗുണപ്രവൃദ്ധ വിഷയപ്രവാള അതശ്ച മൂന്നാനി സന്താനി കർമാനുബന്ധീനി മനുഷ്യലോകേ. രണ്ടാമത്തെ. അപ്പൊ പ്രഭുവിന് അതൊക്കെ ബൈഹാർട്ടാണല്ലേ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ രണ്ടും ചെല്ലാറുണ്ട് മാതാജി.